തെറികളില്ലേ, വലിയ തെറി. അപ്പൊ ജാൻമണി എന്നെ വിളിച്ചിട്ടാ, അഭിഷേക് എന്നെ ഇങ്ങനെ വിളിച്ചേക്കണു, ചിരി മുത്തൻ തെറി മലയാളത്തിലെ പൂവൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ വായിച്ചിട്ട് ഭയങ്കര ചിരി, എന്നെ അങ്ങനെ വിളിച്ചല്ലോ എന്ന് വേണ്ട. അവൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതായത് ഞാനത് കേൾക്കുമ്പോൾ അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതെൻ്റെ മോളോട് വിളിച്ച് ആ കുട്ടി പറയാണ്. അപ്പോൾ മോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അവൾ പറയുമ്പോൾ എനിക്ക് ഏതോ ഒരു ബ്രാൻഡ്, ഏതോ സ്കിൻ കെയറിന്റെ ഏതോ ഒരു ബ്രാൻഡ് പറഞ്ഞപ്പോ അത് ജാൻമണി ആയിട്ട് എന്തെങ്കിലും ഒരു ട്രോള് വരുന്ന പോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണോ. അപ്പൊ നമ്മൾ ഇത്ര പൈസ കൂടുതൽ തരാം, അങ്ങനെ വരെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രമാണ് കുറെ പേര് അംഗീകരിക്കുന്നത്. ഇവൻ തനിച്ച് പറഞ്ഞെങ്കിൽ ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉറങ്ങിയിട്ടേ ഇല്ല, പിന്നെ ഞാൻ കുറെ ദിവസങ്ങളോളം ഉറങ്ങണില്ല, കരയാണ് ഞാൻ. എന്നിട്ട് അവൾ വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു എന്നെ. ഈ കമ്മ്യൂണിറ്റിനെ അഗെയിൻസ്റ്റ് പറഞ്ഞ് കയ്യടി നേടാൻ ആർക്കും പറ്റും, പക്ഷെ അതായി ജീവിച്ച് നമുക്ക് ജീവിതത്തിൽ കയ്യടി നേടാനാണ് ബുദ്ധിമുട്ട്. നോട്ട് എ ചോയ്സ്. ഇപ്പൊ ഈ പേജന്റ് പോയാലും എനിക്ക് അതിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ല, കാരണം അധികം ആൾക്കാർ നമ്മൾ അറിയുന്നില്ല, അറിയുന്നവര് മൊത്തം നോർത്തിലെ ലൈക്ക് ഫ്രണ്ട്സ് ആണ്. ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും നെഗറ്റീവ്. അതിനകത്ത് തന്നെ ആ ഷോ മേക്കേഴ്സ് തന്നെ നമ്മളെ നെഗറ്റീവായി കാണിക്കാൻ അതിനെ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ടിടുന്നതും എല്ലാം. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് അത് റിവീൽ ചെയ്യാനുള്ള വളരെ ഒരു നെഗറ്റീവ് സ്പേസിലാണ് ഇപ്പം കേരളത്തിലുള്ളത്. അപ്പൊ നമ്മുടെ സൂയിസൈഡ് റേറ്റും അതെല്ലാം കൂടും. ശരി, അടുത്ത ചോദ്യം. അമ്മ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെച്ച ആളാണ് അഭിഷേക്. ആണ്. അമ്മ ഒന്ന് ആലോചിച്ചിട്ടാണ് യെസ് പറഞ്ഞത്. അതെന്താ ചേച്ചി ആലോചിച്ചത്? എല്ലാം പറയാറുണ്ട്, ഒരു കാര്യം പറഞ്ഞില്ല. ബിഗ് ബോസിൽ പോണ കാര്യം ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്ന് ഉണ്ടായ കുറച്ച് ദിവസം മുന്നേ ഒരു 2 ദിവസം മുന്നേക്കാണ് ഞാൻ 2-3 ദിവസം മുമ്പൊക്കെയാണ് ഞാൻ അറിയണത്. അതെന്ത് പറ്റി അഭിഷേക് അങ്ങനെ? കാരണം എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് എപ്പോഴും അഭിഷേകിന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അഭിഷേകിനെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇതെല്ലാം അഭിഷേകിന് നന്നായിട്ട് അറിയാം. അപ്പൊ മനസ്സിലൂടെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടും എന്തുകൊണ്ട് അപ്പൊ അവിടെ ഒരു ഫിയർ ഫാക്ടർ ആണോ? എന്താ അവിടെ മറക്കാൻ? ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെ ഞാൻ ബിഗ് ബോസിൽ പോണത് ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇനി അത് പോവോ, കയ്യിൽ നിന്ന് പോവോ, ലൈക്ക് ഒരു കാര്യം നല്ലത് സംഭവിച്ചു. പിന്നെ അമ്മയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാരോടും പിന്നെ ഓവർ എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചില്, ആനന്ദക്കണ്ണീര് അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പോയില്ല. അതാണ് ഒബ്വിയസ്ലി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റ് ആക്കാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതും നടന്നിട്ടില്ല, അപ്പൊ പറയാതെ ഇത് നടക്കും ചെയ്തു. അപ്പം ചെറിയൊരു അല്ല, അതൊക്കെ ഒരു വിശ്വാസം. അപ്പൊ ഇനി അങ്ങോട്ടാണെങ്കിലും ഇതുപോലെ അഭിഷേകിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ചിലപ്പോ പറയുന്നത്. ഞാനും അവരോട് പറഞ്ഞു, അങ്ങനെ നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അന്നത്തെ എനിക്ക് കുറച്ച് വിഷമമായെങ്കിലും പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ അത് മാറി. പക്ഷെ യൂട്യൂബിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതാണ് എല്ലാം കൊളാക്കിയത്. അതില് വന്നപ്പോഴാണ്. അപ്പൊ അമ്മ സോഷ്യൽ മീഡിയ ചേച്ചി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? ഞാന് ബിഗ് ബോസിന്റെ ഭയങ്കര ഒരു ഫാനാണ്. തുടക്കം മുതൽ ഫസ്റ്റ് സീസൺ മുതൽ കണ്ടിട്ടുണ്ട് എല്ലാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നോക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇങ്ങനെ കാണാനുണ്ടല്ലോ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ അറിയണത്. പക്ഷെ എനിക്കൊരു ചെറിയ സൂചനകൾ ഇവൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇതും കൂടെ കേട്ടപ്പോ ഞാൻ കണക്ട് ചെയ്ത് വായിച്ചത് കറക്റ്റാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇവനൊരു കാര്യം ഉണ്ട്, അതിപ്പോ പറയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പൊ ഇത് ബിഗ് ബോസ് ആണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് എങ്ങനെയാ അത് കോംപ്രമൈസ് ചെയ്തത് അമ്മയായിട്ട് പറഞ്ഞേ? കോംപ്രമൈസ് ചെയ്തില്ല, പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയല്ലോ. അല്ല, അപ്പൊ പറഞ്ഞൊന്നും ക്ലിയർ ആക്കാണ്ടാണ് അങ്ങ് പോയത്. അതെ അതെ, കാരണം എനിക്ക് ലൈക്ക് നമ്മളൊരു ഷോയില് പോകുമ്പോ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി അങ്ങനെ ഇരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇതിപ്പോ പറഞ്ഞ് അത് കാണുന്നേക്കാട് നല്ല ഉള്ളിൽ പോയി കണ്ടിട്ട് വന്നിട്ട് ആവാമെന്ന് ഞാൻ വിചാരിച്ചു. ശരി, അടുത്ത ചോദ്യം. ജാൻമണിയുമായിട്ടുള്ള സോഷ്യൽ മീഡിയ വാർത്തകൾ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോഴൊക്കെ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്.
ഇല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ ക്ലിയർ ആയിരുന്നു. ചിരിച്ച് വീഴലാണ്. എന്നിട്ട് കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് അയച്ചു തരും. അയ്യോ അതിനും തമാശ ജാൻമുനിയാണ്. എനിക്ക് ആ വാക്ക് പറയാൻ പറ്റില്ല, തെറികളില്ലേ വലിയ തെറി. അപ്പൊ ജാൻമുനി എന്നെ വിളിച്ചിട്ടാ അഭിഷേക് എന്നെ ഇങ്ങനെ വിളിച്ചേക്കണു ചിരി, മുത്തൻ തെറി മലയാളത്തിലെ പൂവൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ വായിച്ചിട്ട് ഭയങ്കര ചിരി, എന്നെ അങ്ങനെ വിളിച്ചല്ലോ എന്ന് വേണ്ടിട്ട്. അപ്പൊ അവര് ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഈ ഒരു സത്യാവസ്ഥ റിവീൽ ചെയ്തപ്പം അമ്മ ഇതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞു. അച്ഛനും ബാക്കി ഫാമിലിയിലുള്ള ആൾക്കാരും ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ? അച്ഛൻ ആദ്യം നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തതാണ് എന്നോട് അമ്മ പറഞ്ഞത്. അന്ന് ഞാനില്ല, ഞാൻ ബിഗ് ബോസിനകത്തല്ലേ, സോ എനിക്ക് അറിയില്ല. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോ എനിക്ക് അച്ഛന്റെ മെസ്സേജ് വന്നത് ഐ ആക്സെപ്റ്റ് യു ആസ് ഹു, ആരാണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഭയങ്കര, ഇപ്പൊ ഞാൻ അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, പിന്നെ റിലേറ്റീവ്സിന്റെ അവിടെ പോകുന്നുണ്ട്, റിലേറ്റീവ്സിന്റെ ഫംഗ്ഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം എല്ലാം ഇതാണ്. അതിന്റെ ഇടയ്ക്ക് മേ ബി എന്തോ ബിഗ് ബോസിലായിരുന്ന ഫസ്റ്റ് ടൈം ഒരു ഷോക്കില് എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം കേട്ടപ്പോ ആൾക്കും വിഷമായി. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കുറച്ച് എന്നെ അമ്മയും മോനും കൂടിയിട്ട് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അതൊക്കെ പിന്നെ അവസാനിച്ചു. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ലൈക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ ആരായാലും നമ്മുടെ എസ്പെഷ്യലി ഒരു സൊസൈറ്റിയിലുള്ള അതാവും. പക്ഷെ ഇപ്പം വാട്ട് മാറ്റേഴ്സ് ഇസ് ഇപ്പൊ എന്താണ് കറന്റ് സിറ്റുവേഷൻ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവൻ അവിടെ വരുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു റിവീൽ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേടിയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇവന്റെ ഒപ്പം അച്ഛൻ എപ്പോഴും ഉണ്ടാവണം, അതുകൊണ്ട് നീ അവിടെ തന്നെ അച്ഛന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. ഞാൻ ചെന്നൈയിലായിരുന്നു മോളുടെ ഒപ്പം. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു അച്ഛന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. അപ്പൊ ആള് പറഞ്ഞു ഞാൻ ഫുൾ സപ്പോർട്ടിൽ അവന്റെ കൂടെ ഉണ്ട്, നീ ഒന്നും ഇങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്തപ്പോ ഈ ബുള്ളിങ് ഒക്കെ ഞാൻ കണ്ട അന്ന് എനിക്ക് കുറച്ച് ഭയങ്കര പേടിയിരിക്കുന്ന അവസരമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും പുറത്തു പോകുമ്പോഴും അച്ഛന്റെ ഒപ്പം പോകണം, തനിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അപ്പോ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അച്ഛന്റെ ഒപ്പം തന്നെയായിരുന്നു അവൻ പിന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴും. ഈ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട, നമ്മളെ നന്നായിട്ട് അറിയേണ്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഈ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ നല്ലതായിട്ടുള്ള മനുഷ്യരുമുണ്ട്, നമ്മളെ മനസ്സിലാക്കാത്ത മനുഷ്യരുമുണ്ട്. ഇത് എന്റെ ഫാമിലിയിലും നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മളെ ചിലപ്പോൾ ഇതുപോലത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെ ഇതുപോലത്തെ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരുമ്പോൾ അതിനെ മനസ്സിലാക്കാതെ അങ്ങനെയൊക്കെ പല ഇഷ്യൂസും ഒക്കെ ചേച്ചിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ അതെന്റെ കുറച്ച് ഫ്രണ്ട്സ് പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ മിണ്ടാതായി. ഇതിന് ശേഷം അതുവരെ മെസ്സേജ് അയച്ചിരുന്ന കുറച്ച് പേര് പിന്നീട് തീരെ കോണ്ടാക്ട് ഇല്ലാതായി. എനിക്ക് നെവർ മൈൻഡ്. എനിക്ക് എന്റെ പ്രായമായിട്ടുള്ള ഒരു 79 years ആയിട്ടുള്ള അമ്മ, അതാണ് എനിക്ക് അത്ഭുതം. അമ്മ ആദ്യം കുറച്ച് വിഷമിച്ചെങ്കിലും എന്നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞ പോലെ അമ്മ ആക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി അമ്മ. അതെനിക്ക് അമ്മയാണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് ജനറേഷൻ അല്ലേ. തീർച്ചയായിട്ടും അമ്മ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി വേറെ പലരും അമ്മയുടെ എന്താ പറയാ റിലേറ്റീവ്സ് ഒക്കെ അമ്മോട് പറയുമ്പോഴും അമ്മ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവർക്ക്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയി. എന്താ വെച്ചാല് എനിക്ക് എന്റെ അമ്മക്ക് ഇത്രയും അറിവുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് പോലും അത്രയും ഉണ്ടായിരുന്നില്ല. ആ അമ്മയുടെ ശക്തി അല്ലെങ്കിൽ ആ അമ്മയുടെ വാക്കുകളിൽ നിന്നും ഒരുപക്ഷെ ചേച്ചിയും കൂടുതൽ അങ്ങ് സ്ട്രോങ് ആയിട്ടുണ്ടാവണം അല്ലേ? അതെ തീർച്ചയായിട്ടും. ബാക്കി എന്തും ഇഷ്യൂസ് വന്നാലും ആരെങ്ങനെ മോശമായിട്ട് കമന്റ് ചെയ്താലും എനിക്കറിയാം എൻ്റെ മകനെ, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്നുള്ളതിനെ ആ ഫേസ് ചെയ്ത ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. ശരിക്കും അമ്മയുടെ ആ വാക്കുകളും അമ്മയുടെ ആ ഒരു സപ്പോർട്ടും ഭയങ്കരമായിട്ടും. പിന്നെ ഞാനും മോളും തനിച്ചായിരുന്നു ചെന്നൈയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വിഷമമുണ്ടെങ്കിലും പിന്നെ ഞങ്ങളെല്ലാം ഭയങ്കര, ഞാനും അതെ, ഞാൻ ഇത്രയും വേഗം ഞാനിതെല്ലാം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ അത്ഭുതമായി. മീൻസ് എനിക്ക് ആക്സെപ്റ്റിന്റെ അല്ല, എനിക്ക് ഇവന്റെ വിഷമായിരുന്നു പിന്നെയും എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ഇപ്പോഴും അപ്പോഴും. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്നും മറിഞ്ഞു നിന്ന് കുറ്റം പറയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട് അഭിഷേകിന്? എനിക്ക് ബന്ധുക്കളില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കുറ്റം പറയുന്ന ഫ്രണ്ട്സും ഉണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്നെ കുറിച്ച് കുറ്റം പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ തന്നെയല്ലേ നിർത്തിയിരിക്കും? ഓ പിന്നെ ഞാന് മീൻസ് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുള്ള. ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ കുറ്റം പറയും, രണ്ടാമത്തത് നമ്മുടെ പുറകെ കുറ്റം. അപ്പൊ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അല്ല ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഒരിക്കലും കുറ്റം പറയാത്ത, കോളേജിൽ തൊട്ട് ഇപ്പൊ വരെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്.
പിന്നെ ഞാൻ ഈ പേജന്റ് വിൻ ചെയ്തപ്പം ഈ ക്ലോസ് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, അവരെപ്പോഴും സപ്പോർട്ടീവ് ആണ്. അങ്ങനെ നല്ല കുറച്ച് പേരുണ്ട്. പിന്നെ ചിലർ ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ തന്നെ ഞാൻ ഇപ്പൊ റീസെന്റ് അറിഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് എന്തോ എനിക്കെതിരെ എന്തൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ തന്നെ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് കല്യാണത്തിന്, ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോ അഭിഷേക് അടിപൊളിയാണ് ബിഗ് ബോസിൽ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് ഇവൻ അറിയില്ല. അപ്പൊ ലൈക്ക് ചിരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ആർക്കും ആരും നന്നാവണത് ഇഷ്ടമല്ലാത്ത കാലമാണ്. അപ്പൊ നെവർ മൈൻഡ്. ഓക്കെ, ബിഗ് ബോസ് എന്ന ഷോ ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഇന്ന് പലരും തന്നെ അംഗീകരിക്കില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്മ യെസ് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് റെഡി ആക്കി വെച്ചു, ടാസ്കിലേക്ക് പോവാം. അപ്പൊ എന്തുകൊണ്ട് അത് അങ്ങനെ അഭിഷേകിന് തോന്നാൻ കാരണം? ബിഗ് ബോസ് എന്ന ഷോ കാരണമാണ് പലരും അംഗീകരിക്കാത്തത്. ഒബ്വിയസ്ലി ഞാൻ ബിഗ് ബോസിന് മുന്നേ ഞാൻ ഇപ്പൊ ഈ പേജന്റ് പോയാലും എനിക്ക് അതിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ല. കാരണം അധികം ആൾക്കാർ നമ്മൾ അറിയുന്നവര് മൊത്തം നോർത്തിലെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എനിക്ക് ഒരു നെഗറ്റീവ് ഇതുപോലും ഉണ്ടായിരുന്നില്ല. ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും നെഗറ്റീവ്. അതിനകത്ത് തന്നെ ആ ഷോ മേക്കേഴ്സ് തന്നെ നമ്മളെ നെഗറ്റീവായി കാണിക്കാൻ അതിനെ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ടിടുന്നതും എല്ലാം. അപ്പൊ ഷോ കാരണമാണ് കുറച്ചെങ്കിലും നെഗറ്റിവിറ്റി. പക്ഷെ ഞാൻ കേറി വന്നപ്പോ എനിക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ ബിലോങ് ടു എ സർട്ടൻ കമ്മ്യൂണിറ്റി. പക്ഷെ അതിനകത്ത് എന്റെ പെരുമാറ്റം കണ്ടിട്ട് അത് ഒരു 90% വരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ആയ സമയത്ത് അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനും അങ്ങനെ കുറെ, പിന്നെ ഭയങ്കര പോസിറ്റീവ് കമന്റ്സും എല്ലായിരുന്നു തിരിച്ചു വരുമ്പോഴും എല്ലാം. പിന്നെ ഇപ്പോഴാണ് വീണ്ടും കുറച്ച് നെഗറ്റീവ്. അത് ജാൻമുനിയുടെ ഞാൻ ഒപ്പം നടക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രം. അതെന്താണെന്ന് നമുക്കറിയാം. സോ എല്ലാം നെവർ മൈൻഡ്. പക്ഷെ ഇതിലിപ്പോ ഞാൻ ചോദിച്ചപ്പം നോ ആണ് അഭിഷേക് പറഞ്ഞത്, ചേച്ചി പറഞ്ഞത് യെസ് ആണ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാല്, ഇപ്പൊ ബിഗ് ബോസിൽ വന്നത് പറഞ്ഞതുകൊണ്ട് കുറെ പേര് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും വലിയൊരു ഷോയില് വന്നല്ലോ, ആ ഒരു സ്നേഹമുണ്ട് ഇവനോട് കുറെ പേർക്ക്. പക്ഷെ ഇപ്പൊ ഇവൻ ബിഗ് ബോസിൽ വരാതെ ഇത് വെറുതെയാണ്. ഇപ്പൊ നമ്മളുടെ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ തനിച്ച് ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രമാണ് കുറെ പേര് അംഗീകരിക്കുന്നത്. ഇവൻ തനിച്ച് പറഞ്ഞെങ്കിൽ ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ല എന്നാണ് എന്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ കുറെ പേര് വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു ഷോയില് വന്ന ആൾ ആ ഒരു വേറൊരു ഇതും കൂടെ കയറി വരുന്നുണ്ട്. ഇതിപ്പോ ഇത് മാത്രമായിട്ടാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറെ പേരുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അതും ശരിയാണ് അല്ലേ? ആ ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ ശരിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാത്ത ഈ സമൂഹത്തിൽ നിൽക്കാതെ നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ഉള്ള പുറത്ത് നാടുകളിലേക്ക് പോകണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പണ്ട് ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങളോട് മിണ്ടണ്ട, അവരൊരു മിണ്ടണ്ട. ഞങ്ങൾക്ക് ഇവന് ജോലിയുണ്ട്, ഇവന് നല്ല എഡ്യൂക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്റെ മോൾക്കും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈഫ് എന്താണ്, ഒരു പാർട്ട്ണർ ഉണ്ടായി, കുട്ടികളുണ്ടായി. ഞാനും ഇവന്റെ ഒരു കല്യാണം സ്വപ്നം കാണുക, അതൊന്നും ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് അവരുടെ കുട്ടികളെ ഞാൻ മടിയിൽ വെച്ചിരിക്കണം എന്ന് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിതൊരു നോർമൽ ഇതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളോട് മിണ്ടണ്ടെങ്കിൽ വേണ്ട. അവൻ ഇപ്പൊ എന്താ പറയാ, ജ്യൂസിൽ വിഷം കൊടുത്ത് കൊല്ലണു, അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ ഇപ്പൊ. മാരേജ് കഴിഞ്ഞാലും ആരാണ് ഇപ്പോ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ആരുടെയും ലൈഫ് നല്ല ഒരു ഹാപ്പി ആണെന്നല്ലേ. എന്തെങ്കിലും ഇഷ്യൂ ആരുടെയും ഒരു കുറെ പേരുടെയെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവരും ജീവിച്ചു പോരുന്നു, എല്ലാം ഫാമിലിക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ആവുമ്പോ ഇവൻ നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പേടിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കായിരുന്നു ഇനിയിപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ ജ്യൂസിലൊന്നും വിഷം കൊടുക്കരുത് കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ പിന്നെ എനിക്ക് അതൊരു ടെൻഷൻ ആവും. ദൈവമേ, കുട്ടിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ആവില്ലേ? അതൊന്നും വേണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഹാപ്പി ആയിട്ടാണ് എന്റെ ലൈഫ് ഇപ്പൊ പോണത്. ബിഗ് ബോസിന് ശേഷം ഓഫ് കോഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാനും അവന് ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പി ആയാണ്. അമ്മയ്ക്ക് ആ ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഇന്നിപ്പോ എന്താണേലും ഫേസ് ചെയ്യാൻ. അമ്മ ഭയങ്കര ശരിക്കും ഭയങ്കരമായിട്ട് ധൈര്യം. ഈ സെയിം ധൈര്യം അഭിഷേകിനും ഉണ്ടോ? അത് ഇപ്പൊ അമ്മയുടെ ധൈര്യം കണ്ടിട്ടാണോ അതോ അഭിഷേകിനായിരുന്നു ആദ്യമേ ഈ ധൈര്യം വന്നത്? എനിക്ക് എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർലെസ് നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പെട്ടെന്ന് ഇമോഷണൽ ആവട്ടോ. അത് ഷോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ പെട്ടെന്ന് സാഡ് ആവുന്ന ഒരാളാണ്. പക്ഷെ അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കും. ലൈക്ക് എന്റെ ക്ലോസിലോ അങ്ങനെ വെക്കില്ല. വളരെ നല്ല പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരെ മാത്രമേ വെക്കുള്ളൂ. അപ്പോ എന്താണ് ചോദ്യം എന്തായിരുന്നു? അല്ല, ഇതേപോലെ ഇത്രയും സ്ട്രഗിൾസ് ഓരോന്നും വരുമ്പോ ധൈര്യം ധൈര്യം ഒബ്വിയസ്ലി ഉണ്ട്.
ഇനിയിപ്പോ എന്ത് കൂടി പോയ എന്താ, നമ്മളെ കുറിച്ച് കുറെ നെഗറ്റീവ് കമന്റ്സ് ഇടും, നമ്മളെ കുറിച്ച് വലിച്ചു കയറി ഒട്ടിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റേഴ്സ് ഇസ് അമ്മക്ക് അല്ലെങ്കിൽ അച്ഛനെ അവരെന്ത് വിചാരിക്കുന്നു. അതിലൊരു സീനില്ല. അമ്മ എന്തായാലും ഇനി ഒരു വെളിനാട്ടിലേക്കും ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് ജീവിക്കും, ഞങ്ങൾ ജീവിച്ചു തന്നെ കാണിക്കും അല്ലേ. ഇനിയിപ്പോ നിങ്ങളിപ്പോ ചോദിച്ചതിന് അമ്മ പോലെ 2 ആൻസറാ പറഞ്ഞ ടാസ്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാനുണ്ട്. ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ടാസ്കിലേക്ക് ഒരുമിച്ച് പോവാം. അഭിഷേകിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി അച്ഛനാണ്. നോ അല്ല. ഏറ്റവും വലിയ പേടി എന്താ? ഏറ്റവും വലിയ പേടി അമ്മോട് ചോദിച്ചാൽ അമ്മയ്ക്ക് ഒന്നിനെ പേടിയില്ല. അമ്മ ആ ഒരു അതെ, അമ്മ ആ ഒരു കറേജിൽ നിൽക്കുമ്പോ അമ്മ പേടിയെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പേടി അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല. ഇനി വയസ്സാവുമ്പോ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ടോ? എന്തിന്? അല്ല എനിക്കതില്ല. അതെ, കല്യാണം കഴിക്കാമല്ലോ. അതെ, അത് ആ തമിഴ് മൂവി കാണും കേട്ടോ. അതിനകത്ത് അവര് കല്യാണം കഴിച്ചിട്ട് അവരൊരു കുട്ടീനെ IVF ത്രൂ അവര് തന്നെ IVF ത്രൂ അത് കൊടുക്കുന്നതിന്റെ അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു മൂവിയാണത്. അപ്പം യു ഷുഡ് വാച്ച് ദാറ്റ് മൂവി. അങ്ങനെ എന്തൊക്കെ. ഓക്കെ, ശരി, നമുക്ക് ഇനി ടാസ്കിലേക്ക് പോവാട്ടോ. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ചാല് കൗതുകം ലേശം കൂടുതലാ. ഇതാണ് ഈ സെഗ്മെന്റിന്റെ ടാസ്കിന്റെ പേര്. ഓക്കെ, കൗതുകം ലേശം കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം വരാം. അപ്പൊ ചേച്ചിക്ക് ഫുള്ള് മനസ്സിലാവും. ഓക്കെ, ചതിക്കാത്ത ചന്തു എന്ന സിനിമയിൽ ഏത് ഭൂതമായിട്ടാണ് സലിം കുമാർ വരുന്നത്? അതാണ് ചോദ്യം. പിന്നെ അപ്പൊ എല്ലാ സിനിമയും കാണാറുണ്ട്. നല്ല ഭംഗിയായിട്ട് അറിയായിരുന്നോ? ശരി. അപ്പൊ അടുത്തത്, തിളക്കം എന്ന സിനിമയിൽ വെളിച്ചപ്പാടിനെ ഓടിക്കുന്ന പട്ടി ആരുടെ വീട്ടിലെ പട്ടിയാണ്? വീട്ടില് അത് തെരുവ് പട്ടിയല്ലേ? അല്ല, ഓടിക്കുന്ന ആള് കൊച്ചിപ്രേമൻ. അതെ, അത് ഏത് വീട്ടിലെ പട്ടി എന്നാണ് ചോദ്യം. കിട്ടുന്നില്ല. ഏത് വീട്ടിലെ പട്ടി? പുരുഷന്റെ വീട്ടിലെ. സോറി, തിളക്കം സിനിമ മാറിപ്പോയി. എനിക്കറിഞ്ഞു. പഞ്ചവർണ്ണത്തിന്റെ വീട്ടിലെ പട്ടി. നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലേ? പട്ടിയുടെ വീട് അന്വേഷിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത്, പുലിവാൽ കല്യാണത്തിൽ സലിം കുമാർ നടത്തുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേരെന്ത്? ഒരു അറബിയുടെ പേരാണ്. എന്നാ പറഞ്ഞോളൂ, അറബിയുടെ പേരാണെങ്കിൽ. ഷെയ്ഖ് എന്തോ ഒരു ഇതൊക്കെ ഇട്ടിട്ടല്ലേ? അല്ല മോളെ, തെറ്റിപ്പോയി മോളെ. അല്ല മോളെ, സലിം കുമാർ നടത്തുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേര് കുറച്ചിങ്ങനെ ലെങ്ത് ആയിട്ടേ പറയാത്. ഇവിടുന്ന് ഒരു സഹായിക്കും പറഞ്ഞു തന്നു. പക്ഷെ അങ്ങനെ പറയാം. എന്തൊരു മണവാളൻ കോപ്പി അടിച്ചില്ല. ഷെയ്ഖ് അബ്ദുള്ള അതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. മണവാളൻ അതാണ്. ഓക്കെ, ഒന്നും ഓർമ്മയില്ല. ഓക്കെ, ആ ഷെയ്ഖ് അതൊക്കെയാണ് ചേച്ചി എന്താ ദുബായി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആരെ കാണാൻ പോകുമ്പോഴാണ് ഭഗീരഥൻ പിള്ളയെ പട്ടാളം പുരുഷു പഞ്ഞിക്കിടുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ തന്നെയല്ലേ? അതെ, അതായത് നമ്മുടെ പട്ടാളക്കാരൻ ഭാര്യയെ കാണാൻ വന്നപ്പോഴല്ലേ? പേര് അയ്യോ, നിങ്ങറിയോ? എല്ലാം അറിയണതാണ്. എനിക്ക് എല്ലാം ഒന്നും അറിയണില്ലേ? ഇതെല്ലാം ഞാൻ പഠിച്ചു തരുന്നല്ലോ. അതന്നെ, സരസ്വതിയെ കാണാൻ പോകുമ്പോൾ അഭിഷേകന്റെ ആ ഡയലോഗ് ഇങ്ങനെ ഓർത്തോർത്തായിരുന്നു. ഞാനിങ്ങനെ പുരുഷനെ അനുഗ്രഹിക്കണം. ഓക്കെ, പാണ്ടിപ്പട എന്ന ചിത്രത്തിൽ എത്ര ഏക്കർ സ്ഥലമാണ് ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രം വാങ്ങുന്നത്? 30 ഏക്കർ. പെട്ടെന്ന് വാങ്ങി. അങ്ങനെ പെട്ടെന്ന് 30 ഏക്കർ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഓക്കെ, മിഥുനം എന്ന ചിത്രത്തിലെ ലാലേട്ടന്റെ ബിസ്ക്കറ്റ് കമ്പനിയുടെ പേരെന്ത്? ബിസ്ക്കറ്റ് കമ്പനിയുടെ പേര് അറിയില്ല. ബിസ്ക്കറ്റ് കമ്പനി അമ്മയുടെ പേരല്ലേ? ഇവിടെ ഉള്ളവർക്ക് എല്ലാം അറിയാം. ഇവിടുന്ന് പാസിംഗ് ദ പാഴ്സൽ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണ്? ദാക്ഷായിനി ബിസ്ക്കറ്റ്സ്. കറക്റ്റ് ആൻസർ. തീർന്നു, എന്റെ കൗതുകം എല്ലാം തീർന്നു. പലരും ചോദിച്ചിട്ടുണ്ടാവില്ലേ അഭിഷേകിന്റെ അടുത്തും, അമ്മ കണ്ട നല്ല യങ് ആണല്ലോ എന്നൊക്കെ പറയാറില്ലേ? ടച്ച് വുഡ് കോംപ്ലിമെന്റ് ആണ് ചേച്ചി ഇതെല്ലാം.
ഓക്കെ, ചേച്ചിക്ക് അഭിഷേകും കൂടെ ഒരു മോളുമാണ് ഉള്ളത് അല്ലേ? മോള് പൂജ. പൂജ എന്നാണ് പേര്. മോള് വർക്ക് ചെയ്യാണ് ടാറ്റ മോട്ടോഴ്സിൽ സീനിയർ മാനേജറായിട്ട് പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അഭിഷേക് മോഡലിങ്ങും കാര്യങ്ങളും ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അഭിഷേകിന്റെ ജാനൽ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ കുറെ പേര് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുന്നതാണ്. ഇങ്ങനെ ഒരു മോഡലിംഗ് ഒക്കെ ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലും എല്ലാം വളരെ ആക്റ്റീവാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് അഭിഷേകിന്റെ ബാക്കി സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു? ഇതാണ് ആക്ച്വലി സൈഡ്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. ഒരു കമ്പനിയിൽ ഞാനിപ്പം സീനിയർ ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നുള്ള പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 4 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെയാണ് ഇപ്പം മോഡലിംഗ് ആസ് എ മോഡൽ ഞാൻ എവിടെ അപ്പിയർ ചെയ്യുന്നില്ല. ഇപ്പൊ ആസ് എ ഗസ്റ്റ്, ഇപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിലും ഗസ്റ്റ് ആയിട്ടും ഷോസിലെ ജൂറി ഒക്കെ ആയിട്ടാണ് പോണേ. പിന്നെ ഷോസും ഈവൻസും അതൊക്കെയാണ് ഇപ്പം ഒപ്പം സൈഡിലൂടെ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് വേറെ ഐടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഐടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൈഡായിട്ട് പാഷൻ ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. അല്ല, ഇപ്പം അത് വിടുകയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും നമ്മുടെ പോവല്ലോ. ലൈക്ക് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും. ഓക്കെ, അപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യണോ ഐടിയിൽ? 4 years ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, കൂൾ. അപ്പൊ ഈ ഒരു പാഷൻ, ഇങ്ങനൊരു മോഡലിംഗ്, ഇതൊക്കെ എന്ന് മുതൽ അഭിഷേകിന്റെ ഉള്ളിലേക്ക് വന്നു തുടങ്ങിയേ? പാഷൻ പണ്ട് മുതലേ ഉണ്ട്. ലൈക്ക് ആദ്യം ഉണ്ട്. ലൈക്ക് IT ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതല്ല, അത് ജസ്റ്റ് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് മാത്രം. അപ്പം ഇതെപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പൂനെയിലായിരുന്നപ്പോഴും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെ വരാനൊക്കെ. അപ്പൊ പണ്ട് മുതലേ മെയിൻ പാഷൻ ഇതാണ്. ആണല്ലേ? അപ്പൊ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോഴും അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ചില ഇങ്ങനത്തെ ഒരു താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കൂടുതൽ കോൺഷ്യസ് ആയിട്ട് അവർ നോക്കും, അമ്മ എന്റെ സ്റ്റൈല് കൊള്ളാമോ എന്നൊക്കെ അവരിങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിക്കും, മിററിൽ നോക്കും കൂടുതലായിട്ട്. അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെറുപ്പം മുതലേ കാണിച്ചിരുന്നോ? ഉണ്ടായിരുന്നു. ആക്ച്വലി ഹെയർ ആണ് അവൻ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരാൾ വരികയാണെങ്കിൽ, നമ്മൾ മോനെ വിളിക്കാൻ പറയുകയാണെങ്കിൽ ഇവൻ വരില്ല. അവൻ ഫസ്റ്റ് പോയിട്ട് ഹെയർ എന്തൊക്കെയാ ചെയ്യാറില്ല, അങ്ങനെ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ തന്നെ ഹെയർ. അത് കഴിഞ്ഞ് പിന്നെ ആക്ച്വലി 8th ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഡ്രസ്സിംഗ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഫുൾ മേക്കപ്പ് പുട്ടിയൊക്കെ അപ്പൊ പൂജയെക്കാട്ടിലും കൂടുതൽ മേക്കപ്പ് ഐറ്റം വാങ്ങുന്നത് പൂജ ഓപ്പോസിറ്റ് ആണ്. പൂജ ഒന്നുമില്ല. പൂജ ജസ്റ്റ് ഒരു കുഞ്ഞിപ്പൊട്ട്, ഒരു കുഞ്ഞി ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ഒരു കമ്മല്, വേറെ ഒന്നുമില്ല. പൗഡർ പോലും ഇടില്ല. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പക്ഷെ ഇവന്റെ കയ്യിലാണ് ബ്യൂട്ടി പ്രോഡക്ട്സ് അധികം. ഇവന്റെ കയ്യിലാണ്, അധികമില്ല. അപ്പൊ ഏകദേശം ഒരു മാസം എത്ര രൂപയ്ക്കുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിക്കും അഭിഷേക്? പണ്ടായിരുന്നെങ്കിൽ ലൈക്ക് കുറച്ചൊരു 2000 ആവതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും മേടിക്കണ്ട. ഇപ്പൊ കൊളാബറേഷൻ എന്ന് പറഞ്ഞ കുറെ ഇപ്പൊ ഒരു ബാഗ് നിറയെ പ്രൊഡക്ട്സ്. ഇതില് ഞാനിപ്പോ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ കൊടുക്കലാണ് പരിപാടി. ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ രാവിലെ വെച്ചപ്പോ ഫൗണ്ടേഷൻ ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തു. ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ പൂജയ്ക്കൊട്ടും താല്പര്യം എന്ന് പറയുമ്പോഴും അഭിഷേക് ഇപ്പൊ പറയില്ലേ, സിസ്റ്റേഴ്സിന്റെ അടുത്താകുമ്പോൾ നമ്മൾ പറയില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യേ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് കുറച്ചും കൂടെ വൃത്തിക്കൊക്കെ ഒന്ന് എല്ലാം ചെയ്യേ എന്നൊക്കെ, അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ടോ? പൂജയോട് ചേച്ചിയോട് പറയാറുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെ താല്പര്യമുണ്ട്. പക്ഷെ മേക്കപ്പിനല്ല, ഇങ്ങനെ ഇപ്പത്തെ കുത്തിയൊക്കെ കുത്തി വന്നിട്ടുണ്ടല്ലേ. ഇപ്പൊ കുറച്ച് നാളായിട്ടൊരു ചെറിയൊരു തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഡ്രസ്സുകളോടാണ് താല്പര്യം. ഒരു റൂം ഡ്രസ് ആൻഡ് ഷൂസ്, ഒരു റൂം മൊത്തം ഡ്രസ്സുകളാണ്. എന്നാലും ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പറയും എനിക്ക് എന്താ അതിനുള്ളത്, എനിക്ക് ഒന്നുമില്ല ഇപ്പൊ ഇടാന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വലിച്ചിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഫുൾ ഇങ്ങനെ കുറെ ഫോട്ടോസും അല്ലേ, ഇതൊക്കെ ആയിട്ട് കുറെ മേക്കപ്പ് ഐറ്റംസ് ഇപ്പൊ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇത് ആക്ച്വലി എന്റെ വീട് അല്ലാത്തത് കൊണ്ട് ലൈക്ക് ഇപ്പൊ അമ്മൂമ്മയുടെ വീട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്റെ വീട് അപ്പുറത്താണ്. അപ്പൊ അവിടെയാണ് മേക്കപ്പ് കളക്ഷൻസ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോയും ഇതൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായില്ലേ? ജാൻമോണിയായിട്ട് കുറെ അതിന്റെ മേളിൽ കുറെ കമന്റ്സും കാര്യങ്ങളും ഇതെല്ലാം കേൾക്കുമ്പം അമ്മ എന്താ പറയാ, ഒരു ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അഭിഷേക് ഇപ്പൊ ഈ ഫീൽഡിലേക്കൊക്കെ എൻ്റർ ചെയ്തപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ തന്നെയാണ് ഇതെല്ലാം കുറച്ചും കൂടെ ഒരു ഓപ്പൺ മൈൻഡിലായിരിക്കും ഇതൊക്കെ നിൽക്കുന്നത്. അമ്മ എന്ന് പറയുമ്പോൾ ചേച്ചി ഇപ്പൊ ഇതെല്ലാം ആദ്യം കേട്ടപ്പോഴത്തെ ഒരു വിഷമം അതൊക്കെ മാറി ഇന്നിപ്പം ചേച്ചി കൂടുതലും പ്രൗഡ് ആ ഒരു നിമിഷത്തിലേക്ക് അങ്ങനെ വന്നോ? ഇപ്പൊ അങ്ങനെ ഒരു ആക്ച്വലി ഇതിനെ കുറിച്ചാണോ അതോ ഈ അല്ല പൊതുവെ ഇതുമായിട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ടും കുറെ കമന്റ്സും എല്ലാം കേൾക്കുന്നുണ്ട്? ആദ്യം എനിക്ക് ഇവൻ ബിഗ് ബോസിൽ വന്ന സമയത്തൊക്കെ ഞാൻ അത് കമന്റ്സ് കേൾക്കുമ്പോൾ ഞാൻ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമാവാറുണ്ടായിരുന്നു.
പക്ഷെ അത് കഴിഞ്ഞപ്പോ യൂസ്ഡ് ആയി. പിന്നെ ജാൻമണിയുടെ കൂടെയുള്ള വന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എനിക്കറിയാം എന്താന്ന് വെച്ചാൽ ജാൻമണി ഞാനായിട്ടും സംസാരിക്കാറുണ്ട്. ശരിക്കും ഒരു മകന്റെ പോലെയാണ് ട്രീറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഇവനൊരു തെറ്റ് ചെയ്താൽ പോലും അടിച്ചു ശരിയാക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള എന്തായിരുന്നു അപ്പൊ നമുക്കറിയാം അവരുടെ റിലേഷൻ എന്താണെന്നുള്ളത്. പിന്നെ ഇവര് ആൾക്കാർ കമന്റ് ഇടുന്നതൊന്നും കാണാതെയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ കല്യാണം കഴിഞ്ഞതല്ലേ, ജാനുവിനെ കല്യാണം കഴിച്ചില്ല, ഇതൊക്കെ ചോദിക്കുമ്പോ ഞാനും സത്യം പറഞ്ഞാൽ ഇതിപ്പോ നോക്കാറില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്കറിയാലോ എനിക്കറിയാം നന്നായിട്ട് ചെറുപ്പം മുതൽ. പിന്നെ അവൻ എന്നോട് കുറേ കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അവൻ എല്ലാ സീക്രട്ട് ആയാലും എല്ലാം എന്നോട് പറയുന്ന ആളാണ്. ഓ, അമ്മക്കുട്ടിയാണോ? അതാണ് അമ്മയുടെ അതേ ഹൈറ്റും അമ്മയുടെ അതേ ചായയും അമ്മേനെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അമ്മക്കുട്ടിയായിട്ട്. പൂജയെക്കാട്ടിലും കൂടുതലും അഭിഷേക് അമ്മയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു അല്ലേ? അതായത് ഈവൻ പൂജയായിട്ടും ഞാനുമായിട്ടും ഭയങ്കര കമ്പനിയാ. സിസ്റ്റർ സിബ്ലിങ്സും ഭയങ്കര ബോണ്ടാണ് അവര്. അവരുടെ ബോണ്ട് നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ ഒരു വഴക്ക് പോലും ഉണ്ടാവില്ല. രണ്ട് കുട്ടികൾ തമ്മിൽ അടിയിടിയൊക്കെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവൻ എന്ത് മേടിച്ചാലും ചേച്ചിക്ക് മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവൾക്ക് എന്ത് മേടിച്ചാലും അവന് മേടിക്കണം. അങ്ങനെ ഭയങ്കര ബോണ്ടാണ്. അവരത് ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. രണ്ടുപേർക്കും അറ്റാച്ച്മെന്റ് കൂടുതൽ എന്നോടാണ്. ആണോ? രണ്ടുപേരും അമ്മക്കുട്ടി ഇതായിട്ടാണ്. ഓക്കെ, മനസ്സ് തുറന്ന് നമ്മുടെ കൂടെ ഇന്നിപ്പോ ഈ അമ്മയും മകനും നമ്മുടെ കൂടെ ഇരുന്നു. അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിനോടെടുത്ത് പറയാൻ എന്തെങ്കിലും ഒരു അഭിഷേകിനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പറയാനെന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ ഒപ്പം എല്ലാത്തിനും നിൽക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളുടെ കുട്ടികളുടെ ആഗ്രഹം എന്താണോ അതിനൊപ്പം നിൽക്കുക. അവരെ നമ്മൾ നിഷേധിക്കാനോ ഒന്നിനും പോകരുത്. അവർക്ക് എന്താണ് സന്തോഷം, അവർക്ക് സന്തോഷം തരുന്ന എന്തും നമുക്ക് സന്തോഷമാണ്. അതായത് റൈറ്റ് വേ ആണെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. അഭിഷേക്, എനിക്ക് രണ്ട് കാര്യം, ഒന്ന് കമ്മ്യൂണിറ്റിയോടും ഒന്ന് ചേച്ചിയോടും. അപ്പൊ കമ്മ്യൂണിറ്റിയോട് സൊസൈറ്റിയോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ആൾക്കാരുടെ ലൈഫിൽ എന്ത് നടക്കണു അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യണു അതിലോട്ട് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിക്കുക, കുറെ ട്രാവൽ ചെയ്യുക, കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുക. അവരുടെ സ്ട്രഗിൾസ് ഒക്കെ അറിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഈ ബാക്കിയുള്ളവരെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നത് കുറയും. അപ്പം ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്താതെ കുറെ ട്രാവലൊക്കെ ചെയ്ത് കുറെ ഹാപ്പിയായി കെയർ ഫ്രീ ആയിട്ട് നടക്കുക. അതാണ് സൊസൈറ്റിയോട് പറയാനുള്ളത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ളത്, ചേച്ചിയുടെ പണ്ട് നമ്മള് മറ്റൊരു മ്യൂസിക് ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ചേച്ചിയുടെയും ഹസ്ബൻഡ് നിഖിൽ, ഞങ്ങൾ ഒരുമിച്ചല്ല ചെയ്യണേ, നീലേട്ടന്റെ വേറൊരു ഷോ ആയിരുന്നു. ഞാൻ ഒരു പാട്ട് വെച്ച് കൊടുക്കുന്ന, അല്ല അത് നിഖിലിന്റെ ഷോ, എന്റേതും പാട്ട് വെച്ച് കൊടുക്കുന്ന ഷോയാ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞങ്ങളിപ്പോ വരുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് പണ്ട് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ TV വെച്ചിട്ട് കാണണം. ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തപ്പോൾ ആ ഒരു ത്രില്ലില്ല. അപ്പൊ കണ്ടതില് സന്തോഷം, എനിക്കും ഒരുപാട് സന്തോഷം. എന്തായാലും വേറൊന്നും കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതേപോലത്തെ ഈ ഒരു സെയിം മാറ്റർ എന്നല്ല, പൊതുവെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കാണുമ്പോൾ അതിന് പോയിട്ട് കമന്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ? അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ എന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കാം. അതെന്താ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കാണുമ്പോൾ മാത്രം എന്നാണോ അതോ? അല്ല, എന്തില് കമന്റ് ചെയ്ത ഇപ്പൊ ഞാൻ കറന്റ്ലി എന്തില് കമന്റ് ചെയ്താലും എന്തായിക്കോട്ടെ അതിൽ വന്ന് നീ നിന്റെ കൊച്ചുപ്രേമനോട് പോയി പറ, അങ്ങനത്തെ ഒക്കെ കമന്റ്. അപ്പം ഒന്നും ബെറ്റർ നമ്മുടെ ഒരു പോസിറ്റിവിറ്റി അല്ല, അതിനു വേണ്ടി ഒന്നും മിണ്ടാണ്ടിരിക്കുക. അല്ലെങ്കിൽ പ്രതികരിക്കാൻ തോന്നുന്ന പല സംഭവങ്ങളിലും നമ്മളോട് നേരിട്ട് വന്ന് പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ല. അങ്ങനെ നേരിട്ട് വന്ന് പറയുമ്പോൾ പ്രതികരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും ഇടാറുണ്ട്, റെലവെന്റ് ആയിട്ടുള്ള കാര്യത്തിന് മാക്സിമം ഇടാറുണ്ട്. നമ്മുടെ എനർജി എന്തിനാ വേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. ഒരുപാട് സന്തോഷം. താങ്ക് യു.